ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2021 ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 50 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 or 5. 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് റൗണ്ടഡ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 50 വരെ 2 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 1 തൊട്ട് 50 വരെയുള്ള 2 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സ് ആണ്. കറക്റ്റ് ആണല്ലോ. 48 വരെ 50 വരെ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഇത് എത്ര ടേം മൊത്തം എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ആദ്യത്തെ n ഈവൻ നമ്പേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈവൻ നമ്പേഴ്സിൻ്റെ ജനറൽ ഫോർമുല എന്താ? 2n ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ കിട്ടും, 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ കിട്ടും, 3 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ കിട്ടും. സോ ഇത് മൊത്തം 25 ടേം ഉണ്ടാവും. മൊത്തം 25 ടേം ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ആവറേജ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? ഇത് കോൺസിക്യൂട്ടീവ് ടേംസ് ആയതുകൊണ്ട്, അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ വ്യത്യാസം സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് കിട്ടും. സോ ഇതിൻ്റെ ആവറേജ് നമുക്ക് എത്രയെന്ന് പറഞ്ഞു കിട്ടും? 25 ടൈമിൻ്റെ ആവറേജ് 26 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ഞാൻ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഫുള്ള് കണ്ടുപിടിക്കുന്നില്ല. അതിന് പകരം 5ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രം എടുക്കും. കാരണം മറ്റു രീതിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം, 5ൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം, അതിൽ നിന്ന് 10 കുറയ്ക്കണം, 10ൻ്റെ മൾട്ടിപ്പിൾസ് കുറയ്ക്കണം. അതിന് പകരമായിട്ട് ഞാൻ 5ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രം എടുക്കുന്നു. 5, 15, 25, 35 അങ്ങനെ 45 വരെ ഉള്ള മാത്രം എടുക്കുന്നു. ഓക്കെ, 45 വരെ ഉള്ള മാത്രം എടുക്കുന്നു. ഓക്കെ, 45 വരെ ഉള്ള എടുക്കുന്നു. 5, 15, 25, 35, 45. ഓക്കെ, ഇത് എത്ര ടൈം ഉണ്ട്? 5 ടൈമുള്ള അല്ലേ? എത്ര ടൈമുള്ള? 5 ടൈം. ഇതിൻ്റെ ആവറേജാ ഇത് എത്ര? മിഡിൽ ടൈം എടുത്താൽ മതി. മിഡിൽ ടൈം എടുത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമും ഫസ്റ്റ് ടൈമും തമ്മിൽ കൂട്ടുക, ബൈ 2 എടുക്കുക. അപ്പോൾ 5 ടൈമിൻ്റെ ആവറേജ് എത്ര എന്ന് പറഞ്ഞിട്ട് 25. നമുക്ക് ചോദിച്ചിരിക്കുന്നത് കമ്പൈൻഡ് ആവറേജ്. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ഇൻക്ലൂഡഡ് ആവും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 2, 4, പിന്നെ 5 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്, 8, 10 നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ 12 അങ്ങനെ പോകുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആവും. അതായത് 2ൻ്റെയും 5ൻ്റെയും ഇൻക്ലൂഡഡ് ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ 25 ടൈമുണ്ട്, 5 ടൈമുണ്ട്. 26 ആവറേജ്, 25 ആവറേജ്. ഞാനിവിടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ എന്താണ് ഡീവിയേഷൻ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് 25, 5 എടുക്കാതെ സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 1, 5 എന്ന് പറഞ്ഞ് എടുത്തിട്ട് ചെയ്യാം. ഞാനപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 5 ടൈംസിന് 26, ഒരെണ്ണത്തിന് 25. അതായത് എല്ലാവർക്കും 25 ഉണ്ട്. ഇവിടുത്തെ 5 പേരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1 കൂടുതലുണ്ട്. ഡിവൈഡഡ് ബൈ ഇതെല്ലാവർക്കും വീതിച്ച് കിട്ടണം. എല്ലാവരും എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 പേര്. എല്ലാവരും എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 പേര്. ശരിയാണല്ലോ. 5, 1, 6. അപ്പം 25 പ്ലസ് 5/6. 5/6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 48 വരെ പോകും. 0.8 അല്ലേ? 48 വരെ പോയി, ബാക്കി 20, 8.333 സംതിങ്, 25.833333 എന്ന് പറഞ്ഞ് വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 25.8 കിടപ്പുണ്ട്. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്.